ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മുടി നന്നായിട്ട് കരുത്തോടെ വളരാനും അതുപോലെ പൊട്ടിപ്പോയ മുടിയുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി നന്നായിട്ട് വരാനും വേണ്ടിയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ളതിൻ്റെ മുടിയാണ്. അപ്പം നമുക്ക് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. നമുക്ക് ഈ ഹെയർ പാക്കിന് ആവശ്യമായ സാധനങ്ങൾ, ആദ്യത്തേത് അലോവേര ജെല്ല് വേണം, പിന്നെ കറിവേപ്പില, കുറച്ച് തേങ്ങ ചിരങ്ങിയത്, പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എൻ്റെ ഉലുവ നമ്മൾ തലേ ദിവസം കുതിരാനിട്ടതാണ് ഇത്. ഇനി നമുക്ക് ഈ ഉലുവ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഉലുവ അരച്ചിട്ടുണ്ട്. ഇതേ പാകത്തിന് അരച്ചെടുക്കണം. ഇനി ബാക്കിയുള്ള 3 ഇൻഗ്രീഡിയൻസും കൂടി ഒന്നിച്ച് നമുക്കങ്ങ് അരയ്ക്കാം. ഉള്ളതും അരച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു തുണി എടുത്തിട്ട് അതിലേക്ക് ആദ്യം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉലുവ അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. കോട്ടൻ്റെ ക്ലോത്ത് വേണ്ട, ഇതുപോലെ ഒരു പോളിസ്റ്ററിൻ്റെ ക്ലോത്ത് മതി. നമുക്കെന്നാൽ അതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇതുപോലൊരു പാത്രം വെച്ച് അതിന് മുകളിൽ ഇതുപോലെ നമ്മൾ ആ തുണി വിരിച്ച് അതിലേക്ക് ആ പാക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോളേജിലോ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇതിട്ടുകൊണ്ട് പോകുമ്പം അതിൻ്റെ ആ ഒരു ഇതൊന്നും നമ്മുടെ മുടിയിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജെല്ല് രൂപത്തിലായിട്ട് നമ്മൾ ഇതിൻ്റെ ഇതെല്ലാം എടുത്ത് മാറ്റുമ്പം നമുക്ക് മുടിയിലൊന്നും അധികം ഇരിക്കില്ല. അപ്പം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഹെയർ. അപ്പം ഞാനിതൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ. ഇതുപോലൊരു ജെല്ല് രൂപത്തിലാണ് നമുക്ക് ആ ഉലുവ പിഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അതേ ക്ലോത്തിലിട്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ജെല്ല് രൂപത്തിലാക്കി വെക്കുന്നത് കൊണ്ട് നമുക്ക് 1-2 ആഴ്ച ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ 1-2 തവണ അല്ലെങ്കിൽ 3 തവണയൊക്കെ നമുക്കിത് നമ്മുടെ ഹെയറിൽ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അധികം ഉലുവയുടെ സ്മെല്ല് നമുക്ക് തോന്നില്ല. എന്ന് വെച്ച് പൂർണ്ണമായിട്ടും ഇല്ല, സ്മെല്ലില്ലെന്നല്ല. നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇനി ഷാമ്പു എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാക്കിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടില്ല. ഇനിയിപ്പം ഞാനിതൊന്ന് ഹെയറിൽ തേച്ച് കാണിക്കാം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അങ്ങനെ തേച്ച് എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് എന്നുള്ള വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് ഞാൻ കാണിക്കാവേ. അങ്ങനെ നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കാം. ഒരു 10 മിനിറ്റോളം നമ്മൾ യൂസ് ചെയ്താൽ മതി. പിന്നെ പ്രത്യേക ഒരു കാര്യം, അലർജി, തുമ്മൽ അങ്ങനെ മുതലായ അസുഖങ്ങളുള്ളവർ ഒരു 5 മിനിറ്റൊക്കെ ഇത് തലയിൽ യൂസ് ചെയ്യാവുള്ളൂ. കാരണം ഉലുവ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരിക്കും നമുക്ക് തലയ്ക്കും ശരീരത്തിനും. അതുകൊണ്ട് അങ്ങനെ പനി അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മളിത് ഒഴിവാക്കുന്നത് നല്ലതാണ്. അല്ല, മറ്റുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആദ്യം ഒന്ന് തേച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. ഞാനിത് സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഞാനിതൊന്ന് തലയിൽ തേച്ച് കാണിച്ചു തരാവേ. അപ്പം ഞാനെൻ്റെ തലയോട്ടിൽ മുഴുവൻ ഒരു തേക്കുവാണ്. അതിനൊപ്പം തന്നെ ഞാൻ ഹെയറിലോട്ടും തേക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ഒരു 10 മിനിറ്റത്തേന് ഉണങ്ങാൻ വേണ്ടി വിടുവാണ്. അതിനുശേഷം ഞാൻ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് ഹെയർ ഞാൻ കാണിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ ഹെയർ വാഷ് ചെയ്തു, അതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഉണങ്ങിക്കഴിഞ്ഞപ്പം മുടി നന്നായിട്ട് സോഫ്റ്റായി. അതുപോലെ തന്നെ നമ്മുടെ മുടി തൊടുമ്പോൾ റഫായിട്ടുള്ള ചകിരി പോലെ ഇരിക്കുന്ന ആ ഒരു ടൈപ്പൊന്നുമല്ല ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് തലയോട്ടിയിലുണ്ടാകുന്ന ചൂടിൻ്റെ കുരുവ്, അത് പഴുത്ത പൊട്ടിയുള്ള വേദന, അതെല്ലാം മാറും. കാരണം ഉലുവ ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണുപ്പായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അലർജിയൊക്കെ ഉള്ളവർ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. 10 മിനിറ്റ് ഒന്നും വെക്കേണ്ട, 5 മിനിറ്റത്തേക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ ആഴ്ച 1 തവണ ഒക്കെ വീതം. അങ്ങനെ ആരോഗ്യ പ്രശ്നം ഉള്ളവർ മാത്രം അങ്ങനെ യൂസ് ചെയ്യുക. അല്ലാത്തവർക്ക് ഇത് 2 ദിവസം കൂടുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതാണ്. മുടി നന്നായിട്ട് ഗ്രോത്ത് ആകും. അതുപോലെ തന്നെ ഉലുവയുടെ ഒരുപാട് ഹാർഡായിട്ടുള്ള സ്മെല്ലില്ല, കാരണം ഇതിനകത്ത് നമ്മൾ തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ഇടുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് അധികമില്ല. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടില്ലെന്നല്ല പറയുന്നത്. നമുക്ക് വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ഇത് പാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പിറ്റേന്നൊരു ദിവസം ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം മുടിക്ക് നല്ലൊരു വോളിയം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നല്ല ഉള്ളുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്ത് യൂസ് ചെയ്ത് കഴിയുമ്പം നല്ല പഞ്ഞി പോലെ ഇരിക്കും ഹെയർ. ഒരുപാട് ചകിരി പോലെ റഫായിട്ട് കിടക്കത്തില്ല. അതായത് മുടിക്കൊരു കറുപ്പും ഒക്കെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ മുഴുവനും മുടി ഞാൻ കാണിക്കാം എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്.